അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പരീക്ഷ ജൂൺ 28 കഴിഞ്ഞു. പക്ഷേ പരീക്ഷ എഴുതിയ പല ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കയിലാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ തൊഴിൽ വാർത്തയിൽ കട്ട് ഓഫിനെ സംബന്ധിച്ച് ഒരു വിശദമായ ലേഖനം തന്നെ തൊഴിൽ വാർത്ത തയ്യാറാക്കിയിട്ടുണ്ട്. പ്രസ്തുത തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫിനെ സംബന്ധിച്ചുള്ള ലേഖനമാണ് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കട്ട് ഓഫിനെ സംബന്ധിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ട്രെയിനി തുടങ്ങിയ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിട്ട് ജൂൺ 28 നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ അധികവും നേരിട്ടുള്ളതും എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുമായിരുന്നു എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിലൂടെ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ കടുപ്പത്തിലുള്ള ചില ചോദ്യങ്ങൾ പോലും യുക്തി പ്രയോഗിച്ച് ഉത്തരം എഴുതാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു. എന്നാൽ മെയ് 24 നടന്ന ഒന്നാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിലെ ചോദ്യപേപ്പർ ശരാശരി നിലവാരമുള്ളതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 62.32% ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് ഹാജരായി പരീക്ഷ എഴുതി രണ്ടാം ഘട്ടത്തിൽ. അപ്പോൾ പരീക്ഷയുടെ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ നിന്ന് വിശദമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ രണ്ട് വിധം. അത് ചോദ്യപേപ്പർ ഒരേ സമയം മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകുന്ന PSC പരീക്ഷകൾ മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത പാകപ്പിഴ ഈ പരീക്ഷയുടെ ചില ചോദ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉത്തരസൂചിയിലെ ക്രമം തന്നെ രണ്ട് ചോദ്യപേപ്പറിൽ രണ്ട് വിധമായ ചോദ്യങ്ങൾ വന്നു. അതുപോലെ തന്നെ ഇത് തീർച്ചയായും രണ്ട് ചോദ്യപേപ്പറുകൾ നോക്കി ഉത്തരം എഴുതിയവരെ കുഴപ്പത്തിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. ഉദാഹരണം ആയിട്ട് മലയാളത്തിലെ ചോദ്യപേപ്പറിലെ ചോദ്യം നമ്പർ 37 ശേഷമുള്ള രണ്ട് ചോദ്യങ്ങളും ചോദ്യം നമ്പർ 38 എന്നാണ് നൽകിയിരിക്കുന്നത്. 39ാമത്തെ ചോദ്യത്തിന് 38 എന്ന ചോദ്യപേപ്പറിലെ നമ്പർ നൽകിയതിനാൽ നിരവധി പേര് ക്രമ നമ്പർ തെറ്റിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ചോദ്യം നമ്പർ 46, ചോദ്യം നമ്പർ 61, ചോദ്യം നമ്പർ 42, ചോദ്യം നമ്പർ 69 ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങളിലെല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അലക്ഷ്യമായി ചോദ്യപേപ്പർ തയ്യാറാക്കുകയും പരിശോധന നടത്താതിരിക്കുകയും ചെയ്തു എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ 5 വരെ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നത് നിലവാരമില്ലായ്മയായിട്ടാണ് തൊഴിൽ വാർത്തയിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കലാ, സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ് ഭാഗത്തെ ചോദ്യങ്ങളിലായിരുന്നു നിലവാരം കൂടിയവ. അതുപോലെ തന്നെ പല ചോദ്യങ്ങളും വിവരണാത്മകമായിട്ടുള്ള സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമുള്ളതാണ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിലൂടെ പറയുന്നത്. പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വാർത്ത പറയുന്നത് 62നും 67നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തൊഴിൽ വാർത്തയിലൂടെ പറയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫിനെ സംബന്ധിച്ച് എത്ര വരുമെന്നുള്ള ആശങ്കയിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫുകൾ ഉദ്യോഗാർത്ഥികളെ വളരെയധികം ആശങ്ക ഉയർത്തുന്നു. അത്രയധികം കട്ട് ഓഫ് ഉയരുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ പൊതുവെ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം തന്നെ തൊഴിൽ വാർത്തയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വാർത്ത പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വാർത്ത പറയുന്ന 62നും 67നും ഇടയ്ക്കാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര പേരുടെ ലിസ്റ്റാണ് PSC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനൊക്കെ ആശ്രയിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ ബിരുദതല പ്രിലിമിനറി പരീക്ഷയുടെ ജൂൺ 28 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.